എനിക്കെന്നാണ് അങ്ങയോടൊപ്പം യാത്ര ചെയ്യാൻ കഴിയുക? കഴിഞ്ഞ ഒരു വർഷമായി അഘോരി മഹാരാജിനോട് ചോദിക്കുന്ന ചോദ്യമാണിത്. ആദ്യം ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യൂ. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. തൂ ഹി തൂ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയായിരുന്നു അദ്ദേഹം എന്നെ ഏൽപ്പിച്ചിരുന്ന പ്രഥമ ദൗത്യം. എന്നാൽ കഴിയുന്ന അത്ര ഭംഗിയോടെ അത് പൂർത്തിയാക്കിയ ശേഷം എന്റെ ആഗ്രഹം ഗുരുവിനോട് ഒന്നുകൂടെ ചോദിച്ചു. സമയമാകട്ടെ എന്നു മാത്രം അദ്ദേഹം പറഞ്ഞു. ഏറെ കൊതിയോടെ, പലപ്പോഴും അക്ഷമയായി ഞാൻ യാത്രയ്ക്കായി കൊതിച്ചിരുന്നു. ഏത് സ്ഥലമെന്നൊന്ന് എനിക്കില്ലായിരുന്നു. ഗുരു എവിടെ കൊണ്ടുപോകുന്നുവോ അവിടേക്ക്. അങ്ങനെ അഘോരക്ഷേത്രം മുഖേനയുള്ള ആദ്യ യാത്ര ഒരുങ്ങി. അഘോരിയുമൊത്തൊരു കാശി യാത്ര. ചേട്ടൻ അർജുനായിരുന്നു ടൂർ കോർഡിനേറ്റർ. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന വേളയിലാണ് ഞാനും യാത്രയിൽ ഭാഗമാണെന്ന് അറിയുന്നത്. കാശിയിൽ പോകണമെന്നോ കാണണമെന്നോ ഉള്ളൊരാഗ്രഹം എനിക്കൊരിക്കലും ഗഹനമായി തോന്നിയിട്ടില്ല. ഗുരുവിനോടൊപ്പം സഞ്ചരിക്കുക, അത്രമാത്രം. Is your first time to Varanasi? Yeah, it's my first time to Varanasi. It's a second time. It's my second time in North India. Oh. So first I visited to Agra to see Taj Mahal. But Varanasi it's my first time and I'm so excited to explore the place. And be with Guruji? Of course. Maharaj? Yeah, of course. Because I was looking for an opportunity to be with him, to travel with him. Now is a perfect time to do that. And this is our first trip. I'm with my family and we also got other two guests with us. And so let's see how the journey goes. സന്തോഷത്തോടെ എൻ്റെ കുടുംബത്തോടൊപ്പവും ബീന, വിൽസി എന്ന 2 അമ്മമാരോടൊപ്പവും ഞാൻ കാശിയിലേക്ക് വിമാനം കയറി. അതിസുന്ദരമായ ബാലാജി പാലസ് എന്ന ഹോട്ടലിലായിരുന്നു സ്റ്റേ അറേഞ്ച് ചെയ്തിരുന്നത്. ഉച്ചതിരിഞ്ഞാണ് ഞങ്ങൾ കാശിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തത്. അവിടെ നിന്ന് 2 കാറുകളിലായി ഹോട്ടലിലേക്ക് യാത്ര തിരിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, കാശിയിൽ ചെന്ന് ഇറങ്ങിയത് മുതൽ അവിടം എനിക്ക് സുപരിചിതമായ ഒരിടം പോലെ തോന്നുവാൻ തുടങ്ങി. ആ ദേശത്തോട് വല്ലാത്തൊരിഷ്ടം എന്നിൽ പെട്ടെന്ന് പൊട്ടിമുളച്ചതുപോലെ തോന്നി. അവിടുത്തെ വരണ്ട കാലാവസ്ഥയും നിർജ്ജലമായ വായുവും ആ ഇഷ്ടം ഒരു തരിപോലും കുറച്ചില്ല. ബാലാജി പാലസിന്റെ തൊട്ടു മുൻപിലുള്ള ചായക്കടയും കുറച്ചു മാറിയുള്ള പലഹാരക്കടയും ഞങ്ങളുടെ സ്ഥിര സന്ദർശന സ്ഥലങ്ങളായി മാറി. ഒരു ചായയ്ക്ക് ശേഷം ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. കാശിയിലെ എണ്ണമറ്റ തെരുവുകൾ. ഏതു വഴി ചെന്നാലും ഒടുക്കം ഗംഗാതീരത്ത് ചെന്ന് അവസാനിക്കുമെന്നത് സുനിശ്ചിതം. മഹാരാജ് ആദ്യം ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന സത്രത്തിലേക്കായിരുന്നു. അവിടുത്തെ സ്വാമിജിയെ പരിചയപ്പെടുത്തി. കാശി മഹാദേവ് എന്നാണ് അദ്ദേഹത്തെ മഹാരാജ് വിളിച്ചിരുന്നത്. അവർ തമ്മിലുള്ള സംസാരം ഞാൻ വളരെ ആനന്ദത്തോടു കൂടി തന്നെ നോക്കിക്കണ്ടു. സുപരിചിതരായ 2 സന്യാസി വര്യന്മാർ അവരുടെ ലോകത്ത് ആസ്വദിക്കുന്നത് പോലെ തോന്നി. അവിടെ നിന്ന് മഹാരാജ് ഞങ്ങളോട് ചുറ്റും ഒന്ന് വീക്ഷിക്കുവാൻ പറഞ്ഞു. ചുറ്റും ഒരു കാലത്ത് നിലനിന്നിരുന്ന ക്ഷേത്രങ്ങളാണ്. അവയെല്ലാം മാറി കടകളും വീടുകളും ഒക്കെയായി. എങ്കിലും പല കെട്ടിടങ്ങളുടെയും അതിപുരാതനമായ മേൽക്കൂരയും തൂണുകളും ദൃശ്യമാണ്. ഇന്നും ഒട്ടുമിക്ക വീടുകളുടെയും കടകളുടെയും അകത്ത് ശിവലിംഗ പ്രതിഷ്ഠയും മറ്റു പ്രതിഷ്ഠകളും നിലനിൽക്കുന്നു. കാശി എന്നത് ലോകത്ത് ഇന്നും നിലനിൽക്കുന്ന അതിപുരാതനമായ നഗരിയാണ്, മഹാദേവന്റെ ഭൂമി. എത്രയോ പുരാണങ്ങളിൽ കാശിയുടെ മഹത്വം പ്രതിപാദിക്കുന്നുണ്ട്. ഒരു കാലത്ത് സന്യാസികളും ആത്മാന്വേഷികളും മാത്രം നടന്നിരുന്ന വീഥികൾ. അതിലേതിലൂടെ പോയാലും അവയെല്ലാം മോക്ഷദായിനിയായ ഗംഗാനദിയുടെ തീരത്തെത്തും. അവളിൽ മുങ്ങി അപ്പുറം കിടക്കുന്നവർക്ക് മാതാവ് ശിവനിലേക്കുള്ള വഴി തെളിക്കും. അവരെല്ലാം അവനിൽ ലയിക്കും. ആഹാ, എത്രയോ സുന്ദരം! കാശിയിൽ വെച്ചിട്ടുള്ള ഏതൊരാഗ്രഹവും നടക്കും എന്ന് മഹാരാജ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചു. അത് ശരിയെന്ന് എനിക്കും തോന്നി. ഗുരുവിനൊപ്പം സഞ്ചരിക്കുകയെന്ന എൻ്റെ ഇച്ഛ നിറവേറ്റിയ ഭൂമിയാണ് കാശി. കൊച്ചിൻ സത്രത്തിൽ നിന്ന് മഹാരാജ് ഞങ്ങളെ നേരിട്ട് കൊണ്ടുപോയത് ഗംഗാതീരത്തേക്കായിരുന്നു. പടവുകൾക്ക് മുകളിൽ നിന്ന് ഞാൻ ആ വിസ്മയ കാഴ്ച ദർശിച്ചു. അങ്ങ് പടവുകൾക്ക് കീഴെ അതിസുന്ദരമായി ഒഴുകുന്ന ഗംഗാനദി. അവളുടെ തീരത്തുള്ള നഗരിയിൽ നിന്നുള്ള മഞ്ഞവെട്ടം അവളുടെ ഓളങ്ങളിൽ തട്ടി പ്രതിഫലിക്കുന്നു. അവളുടെ അപ്പുറം വിജനം, ശാന്തം. ഞാൻ ഒരു വട്ടം ആ മായാസുന്ദരിയെ നോക്കി നിന്നു.
എന്നിട്ട് ആഹ്ലാദഭരിതയായ ഒരു കുട്ടിയെപ്പോലെ വേഗം പടവുകളിറങ്ങി നടപ്പാതയിലെത്തിയപ്പോൾ എന്തെന്നറിയാത്തൊരു മൗനം എന്നെ ഗ്രസിച്ചു. എല്ലാവരിൽ നിന്നും മാറി ദൂരേക്ക് നടക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. സകലതും എന്നിൽ നിന്ന് എവിടെയോ ഓടി മറയുന്നതുപോലെ തോന്നി. എനിക്കൊന്നും വേണ്ടാത്തതുപോലെ. അതിപരിചിതമായ ഒരിടം പോലെ എനിക്ക് അവിടം തോന്നി. ഗുരുവിനോട് അനുവാദം വാങ്ങി ഞാൻ മുൻപോട്ട് നടന്നു. എനിക്കൊപ്പം എൻ്റെ അമ്മയും വന്നു. ചുറ്റുമുള്ള ആളുകളോ ശബ്ദങ്ങളോ ഒന്നും എനിക്ക് ബാധകമല്ലെന്ന് തോന്നി. കുറച്ചുനേരം ശാന്തതയിൽ ഇരുന്ന ശേഷം ഞങ്ങൾ മറ്റുള്ളവരുടെ അടുത്തേക്ക് നീങ്ങി. മഹാരാജ് ഞങ്ങളെ ശിവശിവ എന്ന് തമിഴിൽ എഴുതിയ ഒരു ക്ഷേത്രത്തിനടുത്തേക്ക് നയിച്ചു. പടവുകളുടെ ഉച്ചയിലുള്ള ഒരു പുരാതന ക്ഷേത്രം. എനിക്ക് എങ്ങനെയും അവിടെ കയറണമെന്ന് തോന്നി. എന്തോ എനിക്ക് അത്രയും പരിചയമെന്ന് തോന്നിയ ഒരു ക്ഷേത്രം. മഹാരാജിൽ നിന്ന് അനുവാദം തേടിയ ശേഷം ഞങ്ങൾ ആ ക്ഷേത്രത്തിലേക്ക് പോയി. അതെൻ്റെ സ്വന്തം ഇടമാണെന്ന് എനിക്ക് തോന്നി. ശിവലിംഗ പ്രതിഷ്ഠയെ ഞാൻ പ്രേമത്തോടെയും ആരാധനയോടെയും സ്പർശിച്ചു. അവനെ തൊട്ടുവണങ്ങി. അവിടം സതീദേവിയുടെ അന്നമയ കോശം വീണിടമാണെന്നും ശക്തിപീഠങ്ങളിൽ ഒന്നാണെന്നും അവിടുത്തെ പണ്ഡിറ്റ്ജി പറയുന്നത് കേട്ടു. അവിടെ നിന്ന് ഞങ്ങൾ ബാലാജി റെസ്റ്റോറൻറ്റിൽ പോയി. ഡിന്നറിന് ശേഷം തിരികെ താമസ സ്ഥലത്തേക്ക്. കാശിയുടെ തിരക്കുപിടിച്ച റോഡുകളും ഇടപെടാതെ മുഴങ്ങുന്ന വണ്ടികളുടെ ഹോണുകളും എന്നിൽ ഒരു വിധേനയുള്ള അരോചകത്വവും ഉണ്ടാക്കിയില്ല എന്നത് എനിക്ക് വളരെ അത്ഭുതകരമായി തോന്നുന്നു. കാരണം ഞാൻ കാശി എന്ന ആദ്യ നഗരിയുടെ, ആ സ്വപ്നസുന്ദരിയുടെ പ്രേമവലയത്തിൻ്റെ ഏതോ ഒരു കോണിൽ വീണു കഴിഞ്ഞിരുന്നു. അതും എൻ്റെ ഗുരുവിൻ്റെ സംരക്ഷണത്തോടു കൂടെ തന്നെ. ഇതോടെ കാശിയിലെ ആദ്യ ദിനം പൂർണ്ണം.